ഗോമതിയെ തല്ലി എന്നൊരു കവിത. 80 കാല മദ്യം എന്നിരിക്കെ ഇന്നേക്കും കാലങ്ങൾ എത്ര ഏറെ പോയി മറഞ്ഞു എങ്കിലും എൻ ആരോഗ്യ മസ്തിഷ്ക ഓർമ്മയിൽ തെളിഞ്ഞ ആകാശം പോലെ പകൽ പ്രകാശം പോൽ നല്ല കലക്കനായി ഉഗ്രൻ മെമ്മറി ആയി ആ പന്ന സമ്പന്ന കൗമാര തടിയനെയും എൻ അയൽപ്പക്ക വീട്ടിലെ പാവം ഗോമതിയെയും മറക്കാൻ ഒക്കുമോ? 80 കാല മദ്യം എന്നിരിക്കെ ഇന്നേക്കും കാലങ്ങൾ എത്ര ഏറെ പോയി മറഞ്ഞു എങ്കിലും എൻ ആരോഗ്യ മസ്തിഷ്ക ഓർമ്മയിൽ തെളിഞ്ഞ ആകാശം പോലെ പകൽ പ്രകാശം പോൽ നല്ല കലക്കനായി ഉഗ്രൻ മെമ്മറിയായി ആ പന്ന സമ്പന്ന കൗമാര തടിയനെയും എൻ അയൽപ്പക്ക വീട്ടിലെ പാവം ഗോമതിയെയും മറക്കാൻ ഒക്കുമോ? ദയ ദാക്ഷിണ്യം തീരെയും തൊട്ട് തീണ്ടാതെ അവനുണ്ട് ഒരു മരക്കൊമ്പ് കൊണ്ട് മാരകമായി ആ പാവം പശുവിൻ വയറ്റത്ത് അടിച്ചു അവൻ കയ്യിലെ കമ്പ് ഉടച്ചു. എന്നിട്ടും കലി തീരാതെ പിന്നെയും മറ്റൊരു മരക്കമ്പിനാൽ മാരക അടി തുടർന്നു. ദയ ദാക്ഷിണ്യം തീരെയും തൊട്ട് തീണ്ടാതെ അവനുണ്ട് ഒരു മരക്കൊമ്പ് കൊണ്ട് മാരകമായി ആ പാവം പശുവിൻ വയറ്റത്ത് അടിച്ചു അവൻ കയ്യിലെ കമ്പ് ഉടച്ചു. എന്നിട്ടും കലി തീരാതെ പിന്നെയും മറ്റൊരു മരക്കമ്പിനാൽ മാരക അടി തുടർന്നു. ഗോമതി പശു കരഞ്ഞു നിലവിളിച്ചു. അതിൻ കണ്ണുനീർ ഒഴുകിയത് എന്നിൽ ഹൃദയവേദന ഒഴുക്കി. ഗോമതി പശു കരഞ്ഞു നിലവിളിച്ചു. അതിൻ കണ്ണുനീർ ഒഴുകിയത് എന്നിൽ ഹൃദയവേദന ഒഴുക്കി. ആ പന്ന പയ്യൻ ഗോമതി പശുവിൻ അരികിൽ ചെന്നതും ആ പാവം തൻ്റെ കൂർത്ത കൊമ്പ് കൊണ്ട് അവൻ ധരിച്ചിരുന്ന നിക്കറിന് അടിയിൽ കയറ്റി ഇറക്കി നിഷ്കളങ്കമായി. ആ പന്ന പയ്യൻ ഗോമതി പശുവിൻ അരികിൽ ചെന്നതും ആ പാവം തൻ്റെ കൂർത്ത കൊമ്പ് കൊണ്ട് അവൻ ധരിച്ചിരുന്ന നിക്കറിന് അടിയിൽ കയറ്റി ഇറക്കി നിഷ്കളങ്കമായി. പശുവിൻ കൂർത്ത കൊമ്പിൻ അറ്റം അവൻ്റെ നിക്കറിൻ അടിയിൽ കയറിയത് അവന് ഭയങ്കര പേടിയായതും അന്നേരം ആ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെ കണ്ടു ചിരിച്ചതും അവന് നാണം തോന്നി. പശുവിൻ കൂർത്ത കൊമ്പിൻ അറ്റം അവൻ്റെ നിക്കറിൻ അടിയിൽ കയറിയത് അവന് ഭയങ്കര പേടിയായതും അന്നേരം ആ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെ കണ്ടു ചിരിച്ചതും അവന് നാണം തോന്നി. അതിന് പ്രതികാരം ഗോമതി പശുവിനെ തല്ലി ചതച്ചു. ആ പയ്യൻ ആ വീടിന് ഇത്തിരി അകലെ താമസിക്കും ഒരു സമ്പന്ന വീട്ടിലെ തെമ്മാടി ചെറുക്കൻ. അതിന് പ്രതികാരം ഗോമതി പശുവിനെ തല്ലി ചതച്ചു. ആ പയ്യൻ ആ വീടിന് ഇത്തിരി അകലെ താമസിക്കും ഒരു സമ്പന്ന വീട്ടിലെ തെമ്മാടി ചെറുക്കൻ. ഗോമതിയുടെ ഉടമസ്ഥൻ സുധാകരൻ ചേട്ടൻ ഇതറിഞ്ഞു കരഞ്ഞു നിലവിളിച്ചു. പാവപ്പെട്ട ആ മനുഷ്യനെയും പാവം പശുവിനെയും ആര് വകവച്ചു? ഗോമതിയുടെ ഉടമസ്ഥൻ സുധാകരൻ ചേട്ടൻ ഇതറിഞ്ഞു കരഞ്ഞു നിലവിളിച്ചു. പാവപ്പെട്ട ആ മനുഷ്യനെയും പാവം പശുവിനെയും ആര് വകവച്ചു? എന്നാൽ ആ പാവം നാൽക്കാലി മൃഗത്തിൻ വേദനയും സുധാകരൻ ചേട്ടനെയും എൻ മനസ്സിലെ ഓർമ്മയിൽ മാത്രം ഉണ്ട്. അല്ലാതെ ഇതെല്ലാം ആര് ഓർക്കാൻ? ഗോമതിയൊക്കെ എന്നേ ചത്തൊടുങ്ങി പതിറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ പാവം നാൽക്കാലി മൃഗത്തിൻ വേദനയും സുധാകരൻ ചേട്ടനെയും എൻ മനസ്സിലെ ഓർമ്മയിൽ മാത്രം ഉണ്ട്. അല്ലാതെ ഇതെല്ലാം ആര് ഓർക്കാൻ? ഗോമതിയൊക്കെ എന്നേ ചത്തൊടുങ്ങി പതിറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു.